ഹായ്. ഇതിൽ സ്പോയിലർ ടോക്കാണ്. അല്ലു കാതൽ എന്ന് പറഞ്ഞതിൻ്റെ അത് തുടങ്ങുമ്പോൾ ഈ ഒരു മെയിൻ ക്യാരക്ടറെ കാണിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിലുള്ളൊരു ക്യാരക്ടറെ കാണിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടുകാർ. പിന്നെ മൂന്നാമതൊരാളവിടെ ഒരു കോമഡിക്ക് വേണ്ടി ഒരു തമിഴൻ കഥാപാത്രം. അത് കഴിഞ്ഞ് ഈ ഫ്ലാഷ് ബാക്ക് എത്തുമ്പോൾ ശരിക്കും ഫ്ലാഷ് ബാക്ക് കാണിച്ച് തുടങ്ങുന്നത് ഈ സൈഡ് ക്യാരക്ടർ വെച്ചാണ് കാണിച്ചു തുടങ്ങണത്. പിന്നെയാണ് ഈ മെയിൻ ക്യാരക്ടറുടെ കഥ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവസാനം എത്തുമ്പോഴത്തേക്കും ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സൈഡ് ക്യാരക്ടറുടെ ഇതാണല്ലോ ട്വിസ്റ്റായിട്ട് കാണിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഒരാൾ ഞാൻ കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നില്ല. ഇത് ഫുള്ള് ഇയാളുടെ കഥയിലേക്ക് ആവശ്യത്തിലധികം ഇയാളുടെ കഥ. ഇപ്പം ഇങ്ങനൊരു ട്വിസ്റ്റ് ഇടുമ്പോൾ അയാളെ കാണിക്കണ്ട, അയാൾക്കൊരു നമ്മളുടെ മൈൻഡിലൊരു ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ഓർക്കണം. ഇതിപ്പോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് തൊബാമ എന്ന് പറഞ്ഞ സിനിമയാണ് തോന്നിയത്. തൊബാമയിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മറ്റേ സിജു വിൽസൺ അയാളെവിടെ എന്തോ ഒരു ക്ലാസ്സിന് പോകണം, PSC ക്ലാസ്സിനോ എന്തിനോ പോകുമ്പോൾ അവിടെ വേറൊരാളുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ അയാൾ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടറുടെ പേരറിയില്ല. അപ്പോൾ അയാളിങ്ങനെ ഒരു പെണ്ണെ കാണുന്നു, പറഞ്ഞു ഈ പെണ്ണെ നോക്കാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ ഈ സിജു ഗുൽസൻ്റെ അടുത്ത് ഇങ്ങനെ പറയണു. പക്ഷെ അവസാനം സിജു ഗുൽസൺ ആ പെണ്ണെ കാണുമ്പോൾ ആ പെണ്ണെ കണ്ട് ഇഷ്ടപ്പെടുന്നു. പിന്നെ അവർ സെറ്റാവുന്നു. അപ്പോൾ പിന്നെ ഇയാൾ ഔട്ട്. പിന്നെ ഇയാളില്ല, പിന്നെ ഇയാൾ ആ ഒരു ക്യാരക്ടർ ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഇതിപ്പോൾ ഒരു ക്യാരക്ടർ ഇങ്ങനെ കുറേ നേരം കാണിച്ചു, അത് കഴിഞ്ഞ് ആ ക്യാരക്ടറിന് മറ്റേ സൈഡിലുള്ള ക്യാരക്ടറിന് ഇഷ്ടമുള്ള പെണ്ണെ കിട്ടുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇയാളില്ല എന്നുള്ളൊരു മൈൻഡാണ് ആയത്. അപ്പോൾ അവസാനം എത്തുമ്പോൾ ഇയാൾക്കും ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നിങ്ങനെ കാണിക്കുമ്പോൾ അത് ഒന്ന് രണ്ട് സീൻ കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. കുറച്ചൊന്ന് അയാൾ ജസ്റ്റ് ഈ അവസാനം എത്തുമ്പോൾ ഒരു ട്വിസ്റ്റിൽ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ചെറിയ രീതിയിൽ. ഏതാ പെണ്ണ്, ആ കല്യാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പെണ്ണ് ഇഷ്ടമല്ല, ഉണ്ടക്കണ്ണി എന്നൊക്കെ പറയണത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ സീൻ ലാസ്റ്റ് കാണിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എടാ പൊന്നെ നമിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒന്ന് രണ്ട് സീനും കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുകയായിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു ഇതായേനെ. ഇതിപ്പോൾ ഒരു പാതി വെന്ത ഫീൽ, അതാണ്. അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. അത്രയ്ക്ക് ആ ഒരു എഫക്റ്റ്, ഉദ്ദേശിച്ച എഫക്റ്റ് കിട്ടിയില്ല. വേണമെങ്കിൽ ഇയാളിങ്ങനെ ഒരു എന്താ പറയുക, ഇയാളിങ്ങനെ താടി മുടിയൊക്കെ വളർത്തി എനിക്ക് പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവസാനം കാണിക്കണു എനിക്കും ഉണ്ടായിരുന്നടാ നിന്നെപ്പോലെ 12 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതായേനെ. ഇതിപ്പോൾ ആ ഒരു ഉദ്ദേശിച്ച എഫക്റ്റ് കിട്ടിയില്ല. അതുമാത്രമേ ഒരു പോരായ്മ പറയാനുള്ളൂ. ബാക്കിയൊന്നും പറയാനില്ല. ബാക്കിയെല്ലാം വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം എന്നൊക്കെ കേട്ടപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ. എല്ലാത്തിലും കാണാം അതിൽ. ഈ ടൈറ്റിൽ ഡിസൈൻ തൊട്ട് എല്ലാത്തിലും കാണാം. എല്ലാ സംഗതിയിലും അത് കാണാനുണ്ട്.